നമസ്കാരം. 9ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോമിററിലേക്ക് സ്വാഗതം. നമ്മൾ നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ യൂണിറ്റ് 4ലേക്ക് കടക്കുകയാണ്. സ്ട്രൈവ് ആൻഡ് ത്രൈവ് എന്നുള്ളതാണ് നിങ്ങളുടെ ഇംഗ്ലീഷ് യൂണിറ്റ് 4ൻ്റെ പേര്. വർക്ക് ഹാർഡ് ആൻഡ് അച്ചീവ് എന്നുള്ളതാണ് സ്ട്രൈവ് ആൻഡ് ത്രൈവ് എന്നുള്ളതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് നേടാൻ സാധിക്കും. അതിൽ 3 വർക്കാണുള്ളത്. ദി അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ എന്നുള്ള ബഥാനി ഹാമിൽട്ടൻ്റെ വർക്കാണ് നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അതിനു മുമ്പ് നോക്കിയേ, വി ആർ വൺ ഈക്വൽ ടെമ്പർ ഓഫ് ഹീറോയിക് ഹാർട്ട്സ് മെയ്ഡ് വീക്ക് ബൈ ടൈം ആൻഡ് ഫേറ്റ് ബട്ട് സ്ട്രോങ് ഇൻ വിൽ ടു സ്ട്രൈവ് ടു സീക്ക് ടു ഫൈൻഡ് ആൻഡ് നോട്ട് ടു ഈൽഡ്. ഈ ലൈന് ഓർത്ത് വച്ചിരിക്കണം. ഒരുപാട് എക്സാംസിനൊക്കെ നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷകൾ എഴുതുമ്പോൾ അതിൽ ചോദിക്കുന്നൊരു വരിയാണ് ടു സ്ട്രൈവ് ടു സീക്ക് ടു ഫൈൻഡ് നോട്ട് ടു ഈൽഡ്. ഏതിലെ വരികളാണ്? യുലിസസ് ആരുടേത്? ആൽഫ്രഡ് ലോർഡ് ടെന്നിസൻ്റെ യുലിസസ് എന്നുള്ള വർക്കിലെ വരികളാണ്. എന്താണ്? ഹാർഡ് വർക്ക് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക, സക്സസ് അച്ചീവ് നിങ്ങൾക്ക് കിട്ടും, അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഗിവ് അപ്പ് ചെയ്യരുത് എന്നുള്ളതാണ് ഈ ഒരു ലൈനിൻ്റെ അർത്ഥം. അപ്പം മുകളിൽ നോക്കാം. വി ആർ വൺ ഈക്വൽ ടെമ്പർ ഓഫ് ഹീറോയിക് ഹാർട്ട്സ് മെയ്ഡ് വീക്ക് ബൈ ടൈം ആൻഡ് ഫേറ്റ് ബട്ട് സ്ട്രോങ് ഇൻ വിൽ. മക്കളെ, ഇതെന്ന് പറയുന്നത് ഒരു ട്രോജൻ വാറൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് പറയുന്ന നായകൻ പറയുന്ന കൂടെ ഉള്ളവരുടെ അടുത്ത് പറയുന്ന ഒരു കുറച്ച് ലൈൻസാണ്. നമ്മൾ എത്രത്തോളം എന്താണ് ഈക്വൽ ടെമ്പർ ഉള്ളവരാണ്, ഹീറോയിക് ഹാർട്ടാണ് നമ്മുടേത്, നമ്മൾ എങ്ങനെയാണ്, നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നു, കുറേ അധികം എക്സ്പ്ലോർ ചെയ്യേണ്ടി വന്നു, കുറേ സക്സസ് നമ്മൾ നേടിയെടുത്തു, അവസാനം നമ്മൾ എന്ത് ചെയ്തില്ല, പാതി വഴിയിൽ ഉപേക്ഷിച്ചില്ല എന്നുള്ളത് പറയുകയാണ്. എങ്ങനെ നമ്മൾ സക്സസ്സിലേക്ക് എത്തി എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്ന ഒരു വരിയാണ്. അപ്പം നിങ്ങൾക്കിത് തന്നിരിക്കുന്നത് തന്നെ എന്തിനാണ്? ഹാർഡ് വർക്ക് ചെയ്യൂ, നിങ്ങൾ എന്ത് ചെയ്യും, സക്സസ്സിലെത്തും എന്നുള്ളത് പറയും. എവിടെയെങ്കിലും വെച്ച് നമ്മൾക്ക് ഇനി എന്നെ കൊണ്ടിത് പറ്റില്ല എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യണം എന്ന് തോന്നിയാലും നമ്മൾ അവിടെ കൊണ്ട് നിർത്തരുത്. എന്ത് ചെയ്യുക, അവസാന നിമിഷം വരെ പൊരുതുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ ലെറ്റ് us ലോഗ് ഇൻ എന്ന് പറഞ്ഞ് നമ്മുടെ പേജ് നമ്പർ 120 നോക്കാം. നോക്കൂ, തന്നിരിക്കുന്ന പിക്ചേഴ്സൊക്കെ കണ്ടോ? ഇവർക്കൊക്കെ എന്തുണ്ട്, ഡിഫിക്കൽട്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ എന്താണ്, പരിമിതികളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് എല്ലാവരെയും പോലെയുള്ള എല്ലാം എന്തില്ല, ഈ ആൾക്കാർക്കില്ല. എന്തൊക്കെയോ കുറവുകൾ ഉണ്ട്. പക്ഷേ ആ കുറവുകൾ അവരുടെ നേട്ടങ്ങളാക്കി നമ്മളെക്കാൾ അച്ചീവ്, ഇപ്പോൾ എല്ലാ രീതിയിലും, ഫിസിക്കലി അല്ലെങ്കിൽ മെൻ്റലി ഫുൾ പവറുള്ള മറ്റുള്ളവരെക്കാൾ കൂടുതൽ സക്സസ് നേടിയ ആൾക്കാരാണ് ഇവർ. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അച്ചീവ് ചെയ്തവരാണ് പിക്ചേഴ്സ്. അതിലൊരാളായിട്ടുള്ള ബഥാനി ഹാമിൽട്ടൻ്റെ വർക്കാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് കേട്ടോ, മറക്കരുത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഡസ് ദിസ് കൊളാഷ് കൺവേ ടു യു? കൊളാഷ് എന്താണല്ലോ അറിയാമല്ലോ, പല പിക്ചേഴ്സൊക്കെ ചേർത്തെടുക്കുന്നതിനാണ് നമ്മൾ കൊളാഷ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒരുപാട് ഐഡിയ ഉണ്ടാകും. അപ്പോൾ ഈ കൊളാഷിൽ എന്താണ് പറയുന്നത്? മക്കളെ, സ്പെല്ലിങ് നോക്കണം. കോളേജ് എന്ന് പറയുന്ന സ്പെല്ലിങ്ങിൻ്റെ ഇക്ക് പകരം ഇവിടെ എ ആണ്, അതാണ് കൊളാഷ്. അപ്പോൾ ഈ കൊളാഷ് എന്ത് പറയുന്നു? വി ക്യാൻ അച്ചീവ് എവറിത്തിങ് ഇൻ സ്പൈറ്റ് ഓഫ് അവർ ഫിസിക്കൽ ലിമിറ്റേഷൻസ്. അടുത്തത്, വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ദാറ്റ് മേക്ക് പീപ്പിൾ സക്സീഡ് ഇൻ ലൈഫ്? ഡിസ്കസ്. ജനങ്ങൾ നമ്മളെ ലൈഫിൽ സക്സസ് ആക്കിയെടുക്കില്ലേ, നമ്മൾ തന്നെ ജീവിതത്തിൽ വിജയിക്കില്ലേ? അപ്പോൾ എന്തൊക്കെയാണ് അതിന് വേണ്ടത്? ആദ്യം വേണ്ടത് നമുക്ക് ലക്ഷ്യം തന്നെയാണ്, പിന്നെ സ്ഥിര ഉത്സാഹമൊക്കെ വേണം. അംബീഷൻ ആദ്യം, പിന്നെ സ്ട്രോങ് ഡിറ്റർമിനേഷൻ, പിന്നെ പെർസീവറൻസ്. പെർസീവറൻസ് മീൻസ് സ്ഥിരോത്സാഹം, ഡിറ്റർമിനേഷൻ ഉറച്ച തീരുമാനം. ഇതൊക്കെ തന്നെയാണ്. ഇനിയും ആഡ് ചെയ്യാം കേട്ടോ. അപ്പം നോക്കിയേ, പീപ്പിൾ ഹു സർവൈവ് അഡ്വൈസ് സർക്കംസ്റ്റൻസസ് ക്യാൻ thrive. Through born with a tremendous potential, we may falter at certain points in life till our innate survival instinct pulls us back on track. With it, we can conquer the world. എന്താണ്, നമ്മൾക്ക് അഡ്വേഴ്സ് ആയിട്ടുള്ള, എല്ലാം പോസിറ്റീവായിട്ടുള്ള നല്ല അഡ്വേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, നെഗറ്റീവ് സർക്കംസ്റ്റൻസസിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡിഫിക്കൽട്ട് സർക്കംസ്റ്റൻസ് എന്നും പറയാം, നമ്മൾക്ക് വിജയിക്കാൻ പറ്റും. നമ്മൾ ഭയങ്കരമായ പൊട്ടൻഷ്യലോടുകൂടിയൊക്കെ ആയിരിക്കും നമ്മൾ ജനിക്കുന്നത്.
പക്ഷേ നമ്മൾക്ക് ചില പോയിൻറ്റ്സ്, ലൈഫിൻ്റെ ചില പോയിൻറ്റ്സിലൊക്കെ എത്തുമ്പോഴേക്കും നമ്മുടെ ഇന്നേറ്റ് സർവൈവൽ ഇൻസ്റ്റിങ്സ് നമ്മളെ എന്ത് ചെയ്യും, ബാക്കിലേക്ക് നമ്മളെ വലിക്കും. വിത്ത് ഇറ്റ് വി ക്യാൻ കോൺകർ ദ വേൾഡ്. അപ്പം ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ വളരെ പൊട്ടൻഷ്യൽ, ഭയങ്കര കപ്പാസിറ്റിയോടുകൂടി എന്തൊക്കെയോ അച്ചീവ് ചെയ്യാനുള്ള പൊട്ടൻഷ്യലോടുകൂടി ജനിക്കുന്ന ആളുകളാണ്. പക്ഷേ നമ്മൾ ചില പോയിൻറ്റ്സിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളങ്ങ് ഡൗൺ ആയിപ്പോവും. എങ്കിൽ പോലും നമ്മുടെ ആ ഒരു ഉള്ളിൽ ആ ഒരു ജയിക്കണം എന്നുള്ള ഒരു തോന്നൽ, ആ ഒരു പൊട്ടൻഷ്യൽ നമ്മളെ വീണ്ടും അതിലേക്ക് വിളിച്ച് അടുപ്പിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോൺകർ ചെയ്യാൻ പറ്റും. ഈ ലോകം തന്നെ നമുക്ക് കീഴടക്കാൻ സാധിക്കും. റെസിലിയൻസ് ഇസ് എ കീ ഹ്യൂമൻ ആട്രിബ്യൂട്ട്. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിര ഉത്സാഹം തന്നെയാണ്. ഇറ്റ്സ് എ കീ ഹ്യൂമൻ ആട്രിബ്യൂട്ട്. ഇതാണ് നമ്മുടെ പ്രധാന ഘടകം. റെസിലിയൻറ്റ് ഇൻഡിവിജ്വൽസ് ക്യാൻ ബൗൺസ് ബാക്ക് ഫ്രം അഡ്വേഴ്സിറ്റി ആൻഡ് ഫേസ് ചാലഞ്ചസ് വിത്ത് ഡിറ്റർമിനേഷൻ. അപ്പോൾ ബൗൺസ് ബാക്ക് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? നമ്മളൊരു പ്രശ്നത്തിൽ വന്നിങ്ങനെ വീണ് മൊത്തം പ്രോബ്ലം ആയാലും അതിൽ നിന്നും വീണ്ടും പഴയ നമ്മുടെ ഉത്സാഹത്തിലുള്ള മാനസികാവസ്ഥ അത് നമുക്ക് വീണ്ടും തിരിച്ചെടുക്കാൻ കഴിയും. അതിനെയാണ് പറയുന്നത്. അങ്ങനെ തിരിഞ്ഞു വരാൻ സാധിക്കുന്ന ആൾക്കാർ ഫേസ് ചലഞ്ചസ് വിത്ത് ഡിറ്റർമിനേഷൻ. അവരെന്താണ്? ചലഞ്ചസിനെ ഡിറ്റർമിനേഷനോടുകൂടി നേരിടും. ഇറ്റ് ഈസ് ഡിറ്റർമിനേഷൻ ദാറ്റ് ഹെൽപ്സ് സർവൈവ് ആൻഡ് ത്രൈവ്. നമ്മളെ സർവൈവ് ചെയ്യാനും ത്രൈവ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഘടകമാണ് ഡിറ്റർമിനേഷൻ. ഇപ്പോൾ ഇവിടെ തന്നെ റെസിലിയൻസും ഡിറ്റർമിനേഷനും തന്നു. മുകളിലത്തെ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് മേക്ക് പീപ്പിൾ സക്സീഡ് ഇൻ ലൈഫ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിലെ 2 ആൻസർ ഓൾറെഡി ഇവിടെ താഴെ തന്നെ തന്നിട്ടുണ്ട്. മക്കളെ, ഇനി നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. ലെറ്റ് us read and reflect. Imagine the one thing you love to do the most. Now, imagine out of nowhere something happens and you realize you may never be able to do it again. How would you feel? Sad, angry, shell-shocked? എന്താണ്? നമ്മൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യാൻ, ഭയങ്കരമായി ഇഷ്ടമുള്ളൊരു കാര്യം നമ്മളത് ചെയ്യും. പക്ഷേ നിങ്ങൾ ചിന്തിക്കൂ, എപ്പോഴോ ഒരിക്കൽ നമ്മൾക്ക് എന്തോ സംഭവിച്ചിട്ട് നമ്മൾക്കിനി അത് ചെയ്യാൻ സാധിക്കില്ല എന്നൊരു സിറ്റുവേഷൻ വരും. നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുക? വിഷമമാണോ, ദേഷ്യമാണോ, അതോ ഭയങ്കര ഷോക്കായിരിക്കുമോ? For 13-year-old Bethany Hamilton, the answer was all of them. 13 വയസ്സുള്ള ബഥാനി ഹാമിൽട്ടന് ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ ഇതെല്ലാം നമ്മൾ മുകളിൽ പറഞ്ഞതെല്ലാം അവർക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ദി അൺസ്റ്റോപ്പബിൾ സോൾ സഫർ. ആരാണ്? ബഥാനി ഹാമിൽട്ടൺ. ആദ്യം തന്നെ നമുക്ക് നോക്കണം, ആരാണ് ബഥാനി? നോക്കൂ, പേജ് നമ്പർ 125 പിക്ചർ സഹിതമുണ്ട്. Bethany Hamilton, born on 8 February 1990 in Hawaii, an island state of United States, is an extraordinary woman whose life is a testament to resilience and tenacity. അപ്പോൾ എന്താണ് ഈ കുട്ടി എന്ന് പറയുന്നത്? ഇവിടെ ജനിച്ചതാണ്, അമേരിക്കക്കാരിയായിട്ടുള്ള കുട്ടിയാണ്. അവളുടെ ജീവിതം എന്ന് പറഞ്ഞത് ഭയങ്കര ഉത്സാഹമുള്ള ഒരു ജീവിതമായിരുന്നു. ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള വുമണാണ് ആര്? ബഥാനി ഹാമിൽട്ടൺ. കാരണം പറയുന്നു, അറ്റ് ദ ഏജ് ഓഫ് 13 ഷീ ഫേസ്ഡ് എ ലൈഫ് ഓൾട്ടറിങ് ഷാർക്ക് അറ്റാക്ക് വൈൽ സർഫിങ്. മെയിനായിട്ടുള്ള കാര്യം ഇതാണ്, 13-ാമത്തെ വയസ്സിൽ അവളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു ഷാർക്ക് അറ്റാക്ക് അവൾക്ക് ഉണ്ടാകുന്നു. എപ്പോഴാണ്? അവൾ സർഫിങ് ചെയ്യുമ്പോൾ. സർഫിങ് അറിയാമല്ലോ, നമ്മൾ കടലിലെ തിരമാലയുടെ മുകളിലൂടെ ഒരു ബോട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു പ്രതലത്തിലൂടെ ഇങ്ങനെ നീങ്ങി പോകുന്നു. അതാണ് സർഫിങ് എന്ന് പറയുന്നത്. അപ്പോൾ റിമാർക്കബിളി വിത്തിൻ എ മന്ത് ബഥാനി റിട്ടേൺ ടു സർഫിങ്. അപ്പോൾ ശരിക്കും നമ്മൾ കൈകൾ കൊണ്ടിങ്ങനെ ബാലൻസ് ചെയ്യേണ്ടുന്ന ഒന്നാണ്. കൈയും കാലും ഇമ്പോർട്ടൻ്റ് ആണ് സർഫിങ്ങിൽ. അപ്പോൾ പക്ഷേ ഒരു കൈ എന്തിൽ പോകുന്നു? അറ്റാക്കിൽ പോകുന്നുണ്ട്. അതിവിടെ തന്നിട്ടുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞില്ല. ഷീ ഫേസ്ഡ് എ ലൈഫ് ഓൾട്ടറിങ് ഷാർക്ക് അറ്റാക്ക് വൈൽ സർഫിങ് ദാറ്റ് കോസ്ഡ് ഹെർ ആൻ ആം. അപ്പോൾ അവൾക്ക് ഒരു കൈ മാത്രമേ ഉണ്ടായി, മറ്റു കൈ നഷ്ടമായി. എന്തിൽ? ഷാർക്ക് അറ്റാക്കിൽ. റിമാർക്കബിളി വിത്തിൻ എ മന്ത് ബഥാനി റിട്ടേൺ ടു സർഫിങ്. സാധാരണ ബുദ്ധിമുട്ടാണ് ഒരു കൈ കൊണ്ട്, പക്ഷേ ബഥാനി ഒരു മാസത്തിനകത്ത് തന്നെ എന്ത് ചെയ്തു? സർഫിങ്ങിലേക്ക് തിരിച്ചു വന്നു. വിത്ത് അൺവേവറിങ് ഡിറ്റർമിനേഷൻ അൾട്ടിമേറ്റ്ലി ടു പ്രൊഫഷണൽ സർഫിങ്. ഭയങ്കരമായ ഡിറ്റർമിനേഷനാണ്, ചുമ്മാതെ സർഫിങ് ചെയ്തതല്ല, പ്രൊഫഷണലായിട്ട് തന്നെ സർഫിങ്ങിലേക്ക് തിരിച്ചു വന്നു. ഷി റോട്ട് അബൌട്ട് ഹർ എക്സ്പീരിയൻസ് ഇൻ ഹർ ഓട്ടോബയോഗ്രഫി സോൾ സർഫർ. അപ്പോൾ സോൾ സർഫർ എന്നുള്ളത് ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? ബഥാനി ഹാമിൽട്ടൻ്റെ. അപ്പം ആ ഷാർക്ക് അറ്റാക്കിനെ പറ്റിയും സർഫിങ്ങിലോട്ട് തിരിച്ചു വന്നതിനെ പറ്റിയൊക്കെ ഓട്ടോബയോഗ്രഫിയിൽ ആര് പറയുന്നുണ്ട്? ബഥാനി പറയുന്നു. എന്താ ഓട്ടോബയോഗ്രഫിയുടെ പേര്? സോൾ സഫർ. എ ട്രൂ സ്റ്റോറി ഓഫ് ഫെയ്ത്ത്,
family and fighting to get back on the boat, which was adapted into the 2011 feature film Soul Surfer. അപ്പോൾ വർക്കുകളുണ്ട്, അതുപോലെ തന്നെ സിനിമ എന്താണ് ഫൈറ്റിംഗ് ടു ഗെറ്റ് ബാക്ക് ഓൺ ദ ബോർഡ് എന്നുള്ള വർക്ക് എന്ത് പേരിൽ, സോൾ സർഫർ എന്നുള്ള പേരിൽ എന്തായി മാറി, സിനിമയായി മാറി. ഷി വെൻറ്റ് ഓൺ ടു അച്ചീവ് റിമാർക്കബിൾ സക്സസ് എസ് എ പ്രൊഫഷണൽ സർഫർ. പിന്നെ എന്തൊക്കെയാണ് പ്രൊഫഷണൽ സർഫിങ്ങിൽ കിട്ടിയ അച്ചീവ്മെൻറ്റ്സ് എന്നുള്ളതാണ് താഴെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്തിനാണ്, നിങ്ങൾക്കൊരു കോൺഫിഡൻസിന് വേണ്ടി. ദി അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ നോക്കൂ. ഇറ്റ് കെയിം ലിറ്ററലി ഔട്ട് ഓഫ് ദി ബ്ലൂ. I had no warning at all, not even the slightest hint of danger on the horizon. അപ്പോൾ കറക്റ്റായിട്ട് ആ ഡേറ്റിലേക്ക് അങ്ങ് പോവുക, സംഭവത്തിൻ്റെ സമയത്ത് എന്തായിരുന്നു ഉണ്ടായത് എന്നുള്ളതിലോട്ട് അങ്ങ് പോവാം. എന്താണ് എനിക്ക് ലിറ്ററലി നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റും, ഔട്ട് ഓഫ് ദി ബ്ലൂ എന്ന് പറയും. എന്ന് വെച്ചാൽ അൺഎക്സ്പെക്റ്റഡ്ലി സംഭവിച്ചൊരു കാര്യമാണ്. ഐ ഹാഡ് നോ വാർണിംഗ് അറ്റ് ഓൾ, എനിക്ക് യാതൊരു ക്ലൂ പോലും കിട്ടിയിട്ടില്ല. നോട്ട് ഈവൻ ഇൻ ദ സ്ലൈറ്റസ്റ്റ് ഹിൻഡ് ഓഫ് ഡേഞ്ചർ ഓൺ ദ ഹൊറൈസൺ. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നു, ഓൺ ദ ഹൊറൈസൺ, ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ഡേഞ്ചർ സംഭവിക്കാൻ പോകുന്നു എന്ന സ്ലൈറ്റസ്റ്റ് ക്ലൂ പോലും എനിക്ക് കിട്ടിയില്ല. ദ വാട്ടർ വാസ് ക്രിസ്റ്റൽ ക്ലിയർ ആൻഡ് കാം. വെള്ളം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു, ശാന്തവുമായിരുന്നു. ഇറ്റ് വാസ് മോർ ലൈക്ക് സ്വിമ്മിങ് ഇൻ എ പൂൾ റാദർ ദാൻ ദ ഡീപ്പ് ഓഷ്യൻ വാട്ടേഴ്സ് ഇൻ കൊയ് ഹവായ്, വെർ ഐ ഗോ almost every morning to surf with my friend Alana Blanchard or the other girls on the Henali Girls Surf Team. ഞാൻ എങ്ങോട്ട് പോകും, എല്ലാ ദിവസവും മിക്കവാറും എല്ലാ ദിവസവും രാവിലെ ഞാൻ എന്ത് ചെയ്യും, ആ സർഫ് ടീമായിട്ട്, എവിടെ, ഹനാലെ ഗേൾസ് സർഫ് ടീമുമായിട്ട് കടലിലേക്ക് പോകാറുണ്ട്. എവിടെയാണ് പോയെന്ന് പറയുന്നുണ്ട്, കൗയ് ഹവായ് എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ മിക്കവാറും മോർണിംഗ്സിൽ ഞാൻ എൻ്റെ ഫ്രണ്ട് അലാന ബ്ലാഞ്ചാർഡിനോടൊപ്പവും മറ്റ് ഗേൾസിനോടും, ആ ടീമിലുള്ള ഗേൾസിനോടുമാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ അവസ്ഥയെന്ന് വെച്ചാൽ വാട്ടർ ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു, അതുപോലെ കാമായിരുന്നു. അത് കണക്ക് തന്നെ എനിക്ക് എന്തായിരുന്നു ഫീൽ ചെയ്തത്, ഒരു ഡീപ്പ് ഓഷ്യനിൽ കിടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല, ഒരു സ്വിമ്മിംഗ് പൂളിൽ കിടക്കുന്നത് പോലെയാണ് തോന്നിയത്. തിരമാലകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. ദ വേവ്സ് വെയർ സ്മോൾ ആൻഡ് ഇൻകൺസിസ്റ്റൻസ്. വളരെ ചെറുതായിട്ടുള്ള, വെറും ചെറിയൊരു വേവ് മാത്രം എന്ന് പറയത്തക്ക രീതിയിലുള്ള തിരമാലകളെ ഉണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് റിലാക്സിങ് ഓൺ മൈ ബോർഡ്. ആ ബോർഡ് അറിയാമല്ലോ, അതിൽ ഞാനിങ്ങനെ റിലാക്സ് ചെയ്യായിരുന്നു. വിത്ത് മൈ റൈറ്റ് ഹാൻഡ് ഓൺ ദ നോസ് ഓഫ് ദി ബോർഡ്. അപ്പം അതിൻ്റെ അറ്റമുണ്ടല്ലോ, ഇങ്ങനെ കൂർത്തറ്റം, അതിലേക്ക് എൻ്റെ റൈറ്റ് ഹാൻഡ് വെച്ചുകൊണ്ടും ആൻഡ് മൈ ലെഫ്റ്റ് ഹാം ഡാംഗ്ലിങ് ഇൻ ദ കൂൾ വാട്ടർ. എൻ്റെ ലെഫ്റ്റ് ഹാം ആ കൂൾ വാട്ടറിൽ ഇങ്ങനെ മുക്കിക്കൊണ്ടുമായിരുന്നു ഞാനിങ്ങനെ കിടന്നത്, തൂക്കിയിട്ടുമാണ് കിടന്നത്. ഐ റിമെമ്പർ തിങ്കിങ് ഐ ഹോപ്പ് ദ സർഫ് പിക്സ് അപ്പ് സൂൺ. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചത് എന്താണെന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വലിയ തിരമാലകൾ ഉടനെ വരും എന്ന് ഞാൻ ചിന്തിച്ചാണ് കിടന്നത്. വെൻ സഡൻലി ദർ വാസ് എ ഫ്ലാഷ് ഓഫ് ഗ്രേ. പെട്ടെന്ന് ഗ്രേ കളറിൽ എന്തോ ഒന്നിങ്ങനെ മിന്നി മാഞ്ഞതായിട്ട് ഞാൻ കണ്ടു. ദാറ്റ്സ് ഓൾ ഇറ്റ് ടുക്ക് എ സ്പ്ലിറ്റ് സെക്കൻഡ്. പെട്ടെന്ന് തന്നെ അതെല്ലാം കൊണ്ടുപോയി, ഒരു സ്പ്ലിറ്റ് സെക്കൻഡിലൂടെ എല്ലാം സംഭവിച്ചു. ഐ ഫെൽറ്റ് എ ലോട്ട് ഓഫ് പ്രഷർ ആൻഡ് എ കപ്പിൾ ഓഫ് ലൈറ്റ്നിങ് ഫാസ്റ്റ് ടക്സ്. എനിക്ക് എന്തോ ഭയങ്കരമായൊരു പ്രഷർ അനുഭവപ്പെട്ടു. അതുപോലെ തന്നെ ലൈറ്റ്നിങ് പോലെ ഭയങ്കരമായ ടക്സ്, എന്നെ എന്തോ ഇങ്ങനെ വലിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഐ കുഡിൻറ്റ് മേക്ക് ഔട്ട് എനി ഓഫ് ദ ഡീറ്റെയിൽസ്. എനിക്ക് മേക്ക് ഔട്ട്, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്താണ് സംഭവിക്കുന്നത് എന്ന്. ബട്ട് ഐ ന്യൂ ദാറ്റ് ദ ഹ്യൂജ് ജോസ് ഓഫ് എ മാസീവ് ടൈഗർ ഷാർക്ക് കവേർഡ് ദ ടോപ്പ് ഓഫ് മൈ ബോർഡ് ആൻഡ് മൈ ലെഫ്റ്റ് ആം. പക്ഷേ എനിക്ക് എന്ത് മനസ്സിലായി, ഒരു ഭയങ്കരമായ ടൈഗർ ഷാർക്ക് എന്നുള്ള ആ ഒരു ഷാർക്ക് എൻ്റെ ബോർഡിൻ്റെ ടോപ്പ് ഭാഗവും എൻ്റെ ലെഫ്റ്റ് ആമും ഒക്കെ അതിൻ്റെ അതിൻ്റെ വായ്ക്കുള്ളിലായി എന്നെനിക്ക് മനസ്സിലായി. It is funny. You would think having your arm bitten off would really hurt. But there was no pain at the time. ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യം, നമ്മളുടെ അതിങ്ങനെ ബൈറ്റ് ചെയ്യില്ലേ, കടിച്ചു എടുക്കില്ലേ, ആ സമയത്ത് നമുക്ക് ഭയങ്കരമായി വേദനിക്കുമെന്നാണ് തോന്നുന്നത് അല്ലേ? പക്ഷേ ശരിക്കും അങ്ങനെയല്ല. എനിക്ക് ഒരു വേദന ഉണ്ടായിരുന്നില്ല. ഐ ഫെൽറ്റ് പ്രഷർ ആൻഡ് കൈൻഡ് ഓഫ് എ ജിഗിൾ ടക്ക്. എന്തോ ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്നെ ഇങ്ങനെ കടിച്ച് വലിക്കുന്നത് പോലെ, എന്തോ വലിക്കുന്ന പോലെ എനിക്ക് തോന്നിയുള്ളൂ. അതുപോലെ ഭയങ്കരമായ പ്രഷറായിരുന്നു എനിക്ക് തോന്നിയത്, പെയിൻ അല്ലായിരുന്നു.
വിച്ച് ഐ ന്യൂ നൗ വാസ് ദ ടീത്ത്. ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഇങ്ങനെ വന്ന ആ ഒരു ചലനം എന്തായിരുന്നു, അതിൻ്റെ പല്ലുകളായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ദേ ഹാവ് സെറേറ്റഡ് എഡ്ജസ് ലൈക്ക് എ സ്റ്റീക്ക് നൈഫ് ആൻഡ് ദേ സൗഡ് ത്രൂ ദ ബോർഡ് ആൻഡ് മൈ ബോൺസ് ആസ് ഇഫ് ദേ വെയർ ടിഷ്യൂ പേപ്പർ. അപ്പോൾ അതിൻ്റെ പല്ലുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ഭയങ്കരമായ എഡ്ജസ്. ആ എഡ്ജസ് എങ്ങനെയാണ്, നമ്മൾ മീനൊക്കെ മുറിക്കുന്ന, ഫ്ലഷൊക്കെ മുറിക്കുന്ന, ഇറച്ചി മുറിക്കുന്ന സ്റ്റീക്ക് നൈഫ്, അതായത് ഇറച്ചി മുറിക്കുന്ന കത്തി പോലെ ഉള്ള ഒരു കത്തിയായിരുന്നു. അതെന്ത് ചെയ്തു, എൻ്റെ ബോൺസ് ഉൾപ്പെടെ ആ ബോർഡും എൻ്റെ ബോൺസും ഒക്കെ ഇങ്ങനെ മുറിച്ചെടുത്തുകൊണ്ട് പോയി. അസിഫ് എന്തുപോലെ, ടിഷ്യൂ പേപ്പർ മുറിക്കുന്ന പോലെ മുറിച്ചെടുത്തുകൊണ്ട് പോയി. അത്ര ലാഘവത്തിൽ കൊണ്ടുപോയി. ഇറ്റ് വാസ് ഓവർ ഇൻ എ ഫ്യൂ സെക്കൻഡ്സിൽ അത് കഴിഞ്ഞു. ഐ റിമെമ്പർ സീയിങ് ദ വാട്ടർ അറൗണ്ട് മീ ടേൺ ബ്രൈറ്റ് റെഡ് വിത്ത് മൈ ബ്ലഡ്. എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് ചുറ്റുമുള്ള ആ ഒരു വെള്ളം, കടലിലെ വെള്ളം ഏത് നിറമായിരുന്നു, എൻ്റെ ബ്ലഡ് കൊണ്ട് റെഡ് നിറമായിരുന്നു. ദെൻ ഐ സോ ദാറ്റ് മൈ ആം ഹാഡ് ബീൻ ബിറ്റൺ ഓഫ് ഓൾമോസ്റ്റ് ദ ഷോൾഡർ. പിന്നെ ഞാൻ കണ്ടു ഏകദേശം ഷോൾഡറോളം എൻ്റെ കൈ അത് കഴിച്ചു കഴിഞ്ഞു. There was just a 3 or 4 inch stub where my limb had once been. എനിക്ക് ഒരിക്കലും എന്തുണ്ടായിരുന്നു, ഇവിടെ കൈ ഉണ്ടായിരുന്നു, അവിടെ ഇപ്പോൾ ഏകദേശം 3 അല്ലെങ്കിൽ 4 ഇഞ്ച് കുറ്റി മാത്രമാണ് നിലനിന്നിരിക്കുന്നത്. ബൈറൻ ആൻഡ് ഹോൾട്ട്, ലാനാസ് ബ്രദർ ആൻഡ് ഫാദർ. ബൈറനും ഹോൾട്ടും ആരാണ്, നേരത്തെ പറഞ്ഞ ഫ്രണ്ട് അലാനയുടെ ബ്രദറും ഫാദറുമാണ്. ഗോട്ട് ടു മീ ഇൻ എ ഫ്ലാഷ്, പെട്ടെന്ന് തന്നെ അവർ എൻ്റെ അടുത്തേക്ക് എത്തി. ഹോൾസ് ഫേസ് വാസ് വൈറ്റ് ആൻഡ് ഹിസ് ഐസ് വെർ വൈഡ്. ഹോൾഡ് എന്ന് പറയുന്നത് ആരാണ്, ഹോൾട്ട് എന്ന് പറയുന്നത് അലാനയുടെ ഫാദറാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ് എന്ത് ചെയ്തു, വിളറി വെളുത്തു, കണ്ണുകൾ വളരെ ഇങ്ങനെ വൈഡായി ഞെട്ടി നിൽക്കുകയാണ്. ഓ മൈ ഗോഡ് ഹി സെറ്റ്, ബട്ട് ഹി ഡിഡ്ന്റ് ഫ്രീക്ക് ഔട്ട്. അദ്ദേഹം ദൈവത്തെ വിളിച്ചു, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എക്സ്ട്രീംലി ഇമോഷണലായി, പക്ഷേ സ്ഥലകാലബോധമൊന്നും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടില്ല. ഇൻസ്റ്റെഡ് ഹി ടുക്ക് കൺട്രോൾ ഓഫ് ദ സിറ്റുവേഷൻ. പകരം അദ്ദേഹം എന്ത് ചെയ്തു, സ്ഥലകാലബോധം പോയി ബോധമൊന്നും കെടാതെ എന്ത് ചെയ്തു, ആ ഒരു സിറ്റുവേഷൻ അദ്ദേഹത്തിൻ്റെ കൺട്രോളിലേക്ക് കൊണ്ടുവന്നു. ഹി പുഷ്ഡ് മീ ബൈ ദ ടെയിൽ ഓഫ് മൈ ബോർഡ്. എൻ്റെ ബോർഡിൻ്റെ വാൽഭാഗത്തൂടെ എന്നെ വലിച്ച് അദ്ദേഹം അങ്ങ് എടുത്തു. എന്നിട്ട് ഐ കോട്ട് എ സ്മോൾ വേവ് ദാറ്റ് വാഷ്ഡ് മീ ഓവർ ദ റീഫ് ആസ് ഐ ലേ ഓൺ മൈ ബോർഡ്. എന്താണ്, ഒരു സ്മോൾ വേവ് വന്ന് എന്നെ അവിടെ നിന്ന് വലിച്ച് എൻ്റെ ബോർഡിലൂടെ അങ്ങ് എന്ത് ചെയ്ത് പുറകോട്ട് കൊണ്ടുപോയി. വാട്ട് എവർ ഇമോഷൻസ് ഹോൾഡ് ബൈറൻ ആൻഡ് അലാന വെർ ഫീലിംഗ് ദ കെപ്റ്റ് ഇൻ സൈഡ്. ഇവർക്ക് 3 പേർക്കും എന്തൊക്കെയോ ഇമോഷൻസ്, കരയണം തോന്നി, പേടിയുണ്ടാകും, എന്താണ് ബോധം പോകുന്ന പോലെ തോന്നിക്കാണും, നിലവിളിക്കണം തോന്നിക്കാണും, പല ഇമോഷൻസ് വന്ന് കാണും. പക്ഷെ അതൊക്കെ അവർ ഉള്ളിലൊതുക്കി. നോ ബഡി പാനിക്ഡ് ഓർ ലോസ് ദെയർ ഹെഡ്. ആരും എന്ത് ചെയ്തില്ല, പാനിക്കായില്ല, പേടിച്ച് എന്താണ് കൺട്രോൾ പോവാതെ അവരെന്ത് ചെയ്തു, പിടിച്ചു, സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു. മക്കളെ, ഇടയ്ക്കൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമായാൽ അപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ സാധിക്കും, താഴെ കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ ആം വാസ് ബ്ലീഡിങ് ബാഡ്ലി. എൻ്റെ കൈ ഭയങ്കരമായിട്ട് ബ്ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് നോട്ട് സ്പ്യൂയിങ് ബ്ലഡ് ലൈക്ക് ഇറ്റ് ഷുഡ് വിത്ത് എ മേജർ ആർട്ടറി ഓപ്പൺ. ഒരു മേജർ ആർട്ടറി, ധമനി, എന്താണ് ബ്ലഡ് പോകുന്ന ആ ഒരു ധമനി ഇങ്ങനെ ഓപ്പൺ ചെയ്ത് പോയതുപോലെ ചീർത്തെറിക്കുന്ന ബ്ലഡൊന്നും എനിക്ക് പോയില്ല, പക്ഷെ ഒരുപാട് ബ്ലഡ് പോയി. ഹോൾട്ട് ടുക്ക് ഓഫ് ഹിസ് ലോങ് ഗ്രേ സ്ലീവ് റാഷ് ഗാർഡ് ആൻഡ് ടൈഡ് ഇറ്റ് അറൗണ്ട് ദ സ്റ്റബ് ഓഫ് മൈ ആം, റിയലി ടൈഡ് ടു ആക്ട് ആസ് എ ടൂണിക്. ഈ ഹോൾട്ട് എന്ന് പറയുന്നത് കുട്ടിയുടെ അച്ഛനാണ്. അദ്ദേഹത്തിന് എന്ത് ചെയ്തു, അദ്ദേഹത്തിന് ഈ ഒരു റാഷ് ഗാർഡ് എന്താണ്, അവർ ഈ സർഫിങ് ചെയ്യുന്ന സമയത്ത് ഇടുന്ന ഇന്നറായിട്ടുള്ള ഡ്രസ്സ്, വളരെ കട്ടിയുള്ള ഡ്രസ്സാണ്. അത് വെച്ച് എന്ത് ചെയ്തു, ഈ കുട്ടിയുടെ ബ്ലഡ് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ കൈയുടെ ഒരു ചെറിയ കുറ്റി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞില്ല, അത് ഭയങ്കരമായിട്ടാണ് കവർ ചെയ്തു. എന്തുപോലെ, ടൈഡ് ടു ആക്ട് എസ് എ ടൂണിക്. നമ്മളൊരു സർജറി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ട്യൂണിക് എന്ന് പറയുന്നത്, രക്തമൊഴുക്കൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം. അതുപോലെ ടൈറ്റ് ചെയ്ത് അവളുടെ കൈ അദ്ദേഹം കെട്ടി. ഹി ടോൾഡ് മീ ടു കീപ് talking to him to make sure that I didn't pass out in the middle of the ocean. അദ്ദേഹം എന്ത് പറയുന്നുണ്ടായിരുന്നു, അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്താണ്, ബോധം പോവാതിരിക്കാൻ, ആ ഓഷൻ്റെ നടുക്ക് വെച്ച് ബോധം നഷ്ടപ്പെടരുത്, അതുകൊണ്ട് സംസാരിക്കാൻ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. പാസ് ഔട്ട് എന്ന് വെച്ചാൽ ബോധം പോവുക എന്നാണ് ഇവിടെ കേട്ടോ. സോ ഐ വാസ് ടോക്കിംഗ് although I don't know about what, just answering his questions and praying out loud.
ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഉറക്കെ. ഇൻ ദ സർജറി റൂം ദേ ഹൂക്ക്ഡ് മീ അപ് ടു ലോട്ട്സ് ഓഫ് മെഷീൻസ്. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലെത്തി. സർജറി റൂമിൽ അവരെന്നെ ഒരുപാട് മെഷീൻസുമായിട്ടങ്ങ് കണക്ട് ചെയ്തു. ഹുക്ഡ് എന്ന് വെച്ചാൽ ഇവിടെ കണക്റ്റഡ്. ഇറ്റ് വാസ് ഡോക്ടർ റോവിൻസ്കി ഹു വുഡ് ബി ഡൂയിങ് ദ ഫസ്റ്റ് സർജറി. ഫസ്റ്റ് സർജറി ചെയ്യുന്നത് ആരാണ്? എൻ്റെ മിസ്റ്റർ ഡോക്ടർ റോവിൻസ്കി ആണ്. ആൻഡ് ഹീ എക്സ്പ്ലെയിൻ ടു ബോത്ത് മീ ആൻഡ് മം ഹൗ ഹീ വുഡ് ഡു ഇറ്റ്. അദ്ദേഹം ഇത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് എന്നോടും അമ്മയോടും ഒക്കെ അദ്ദേഹം പറഞ്ഞു. യു ഹാവ് ലോസ്റ്റ് യുവർ ആം ബഥാനി. മകളെ, നിനക്ക് നിൻ്റെ കൈ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഹീ സെഡ് ജെന്റ്ലി. നൗ ദ ഫോക്കസ് ഈസ് ഓൺ സേവിങ് യുവർ ലൈഫ്. അതുകൊണ്ട് ഇനി ഞങ്ങളുടെ ഫോക്കസ് അല്ലെങ്കിൽ പ്രയോറിറ്റി എന്താണ്? നിന്നെ രക്ഷിക്കുക എന്നുള്ളതാണ്. നിൻ്റെ ലൈഫ് രക്ഷിക്കുക എന്നുള്ളത്, ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ഇനിയുള്ള പ്രയോറിറ്റി. മൈ മം സ്റ്റേഡ് ബൈ മൈ സൈഡ് ദ ഹോൾ ടൈം. അമ്മ ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെ നിന്നു. മൈ ഡാഡ് വെൻറ്റ് ഔട്ട് ടു ഡീൽ വിത്ത് വിസിറ്റേഴ്സ് and the ever-growing number of reporters who heard what had happened to me and were eager to break my story. അപ്പോൾ എൻ്റെ അച്ഛൻ പക്ഷേ എന്ത് ചെയ്തിരുന്നു? ഒരുപാട് വിസിറ്റേഴ്സ് അറിഞ്ഞവർക്ക് കുറേ പേര് വരുമല്ലോ. ഏറ്റവും പ്രധാനമായത് തന്നെയായിരുന്നു ഈ മീഡിയക്കാരായിരുന്നു. ഇതറിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ള എൻ്റെ ഒരു സ്റ്റോറി ബ്രേക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ആ കുട്ടിയൊക്കെ കാണിച്ചാലല്ലേ അവർക്ക് സ്റ്റോറി പറയാൻ ഇങ്ങനെ കാണിക്കാൻ പറ്റും. അവരുടെ ഫ്ലാഷ്, അവരുടെ അന്നത്തെ ഭയങ്കരമായ ന്യൂസാണതല്ലേ. I would look over at the bandaged stump where my arm used to be and think, now what? അപ്പോൾ എൻ്റെ കൈയൊക്കെ കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ സ്റ്റമ്പ് എന്ന് പറയുന്നു അല്ലേ. അവിടെ നേരത്തെ എന്തുണ്ടായിരുന്നു? എൻ്റെ കൈ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടേക്ക് നോക്കിയിട്ട് ഇനി എന്ത് എന്ന് ചിന്തിച്ചു. ഫോർ എ വൈൽ ഐ ഡൗട്ടഡ് whether I would ever surf again. കുറച്ച് നേരത്തേക്ക് ഞാൻ ചിന്തിച്ചു, എനിക്കിനി സർഫിങ് ചെയ്യാൻ സാധിക്കുമോ? എവരിബഡി നോസ് ദാറ്റ് ഇറ്റ് ടേക്സ് 2 arms ടു സർഫ്. എല്ലാവർക്കും അറിയാം സർഫ് ചെയ്യാൻ 2 കൈകൾ വേണം. ഐ ട്രൈ ടു ടെൽ മൈ സെൽഫ്, ഹേ ഐ എം ഓക്കെ വിത്ത് ദിസ്. ഞാൻ തന്നെ എന്നോട് പറയാൻ ശ്രമിച്ചു, എന്താണ്? ഇത് മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ, ഇതിൽ നിനക്ക് സാധിക്കും. ഐ മീൻ സർഫിങ് ഈസ് ഇൻ എവറിത്തിങ് റൈറ്റ്. സർഫിങ് എന്ന് പറഞ്ഞത് മാത്രമല്ലല്ലോ എല്ലാം. യു വിൽ ഫൈൻഡ് സംതിങ് എൽസ് ടു ഡു ഹാവ് ഫൺ. വേറൊരു ചിന്തയാണതല്ലേ. സർഫിംഗ് ഇല്ലെങ്കിൽ നിനക്ക് വേറെ എന്തെങ്കിലും ഫണ്ടിന് വേണ്ടി കിട്ടുമായിരിക്കും. ഐ വോണ്ട് ടു ബി ദ ബെസ്റ്റ് സർഫ് ഫോട്ടോഗ്രാഫർ ഇൻ ദ വേൾഡ്. അടുത്ത ചിന്ത, ബെസ്റ്റ് സർഫിങ്ങിൻ്റെ ഫോട്ടോഗ്രാഫർ ആവണം എനിക്ക്. അങ്ങനെ ഒരു ചിന്ത എനിക്ക് വന്നു. ഐ ടോൾഡ് മൈ ഡാഡ്. ഞാൻ ഡാഡിനോട് പറഞ്ഞു. ദാറ്റ് വാസ് മൈ വേ ഓഫ് സെയിങ് ലിസൺ ഐ നോ മൈ സർഫിംഗ് ഡേയ്സ് ആർ ഓവർ. അപ്പം ഞാൻ അച്ഛനോട് പറയാൻ തുടങ്ങിയ രീതി ഇങ്ങനെയാണ്, അച്ഛാ കേൾക്കൂ, എനിക്കറിയാം എൻ്റെ സർഫിംഗ് ഡേയ്സൊക്കെ ഓവറായി. ഹീ ജസ്റ്റ് നോഡഡ്. അച്ഛൻ വെറുതെ തലയാട്ടി. എന്നിട്ട് എന്ത് പറഞ്ഞു? ഐ എം ഷുവർ യു വിൽ ബി ഫൈൻ. നിനക്ക് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് അച്ഛൻ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. ഐ ട്രൈ ടു സ്മൈൽ. ഞാൻ ചിരിക്കാൻ ശ്രമിച്ചു. ഹി ന്യൂ വാട്ട് ഇറ്റ് മെൻറ്റ് ആസ് വെൽ. അച്ഛന് അത് മനസ്സിലായി എന്തായിരുന്നു ആ ചിരിയുടെ അർത്ഥം. ബട്ട് ബൈ സാറ്റർഡേ ഐ ചേഞ്ച്ഡ് മൈ മൈൻഡ് ആൻഡ് സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് ഗോയിങ് സർഫിങ് അഗെയിൻ. ശനിയാഴ്ച ആയപ്പോൾ എൻ്റെ ചിന്തയൊക്കെ ഒന്ന് മാറി. എന്നിട്ട് ഞാൻ എന്ത് ചിന്തിക്കാൻ തുടങ്ങി? സർഫിങ്ങിലേക്ക് തിരിച്ചു പോകുന്നതിനെ പറ്റി ചിന്തിച്ചു. ഐ വാസ് ഫീലിംഗ് ബെറ്റർ. എനിക്ക് നല്ല ബെറ്റർ ആയി തോന്നി. മൈ മൈൻഡ് വാസ് ലെസ് ഫോഗി മീൻസ് കൺഫ്യൂസ്ഡ്. എൻ്റെ മൈൻഡ് കൺഫ്യൂസ്ഡ്, അധികം ഇപ്പോൾ വലിയ കൺഫ്യൂസ്ഡ് അല്ല. ആൻഡ് ദെർ വെയർ സോ മെനി പീപ്പിൾ കമ്മിങ് ടു സീ മീ ആൻഡ് ഗിവ് മീ പെപ് ടോക്സ്. കുറേ ആൾക്കാർ എൻ്റെ അടുത്തേക്ക് വന്നു എന്നെ കാണാൻ, എന്നോട് സംസാരിക്കാൻ, എനിക്ക് പെപ് ടോക്സ്, പോസിറ്റീവായിട്ടുള്ള എനർജി അല്ലെങ്കിൽ എൻകറേജിങ് ആയിട്ടുള്ള ചിന്തകൾ പകരാനൊക്കെ കുറേ പേര് വന്നു. ഐ പുട്ട് ഓൺ എ ബ്രേവ് ഫേസ് ഫോർ എവ്രി വൺ ബട്ട് ഐ കാൺ പ്രിറ്റൻഡ് ഇറ്റ് ഡിഡിൻ ഗെറ്റ് ടു മീ അറ്റ് ടൈംസ്. ഞാൻ എല്ലാവരുടെ അടുത്തും വളരെ ഹാപ്പി ആയിട്ടൊക്കെ ബ്രേവായിട്ടൊക്കെ സംസാരിക്കാൻ ശ്രദ്ധിച്ചു. ധൈര്യത്തോടു കൂടി എല്ലാവരെയും ഫേസ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ എപ്പോഴും എനിക്കത് ചില സമയത്ത് എനിക്ക് അഭിനയിക്കാനായിട്ട് സാധിച്ചില്ല. ഇഫ് ഐ എവർ ഡിഡ് സ്റ്റാർട്ട് ടു ഗെറ്റ് ബ്ലൂ ഐ ഹാഡ് മൈ ബ്രദേഴ്സ് ടു പുൾ മീ ബാക്ക്. എപ്പോഴെങ്കിലും ഞാൻ ഭയങ്കര ഗെറ്റ് ബ്ലൂ, ഡിപ്രസ്ഡ് ആവുന്ന സമയത്ത് എൻ്റെ ബ്രദേഴ്സ് എന്നെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഉണ്ടായിരുന്നു. ദേ വെയർ ലെയ്ഡ് ബാക്ക് ആസ് ഓൾവേസ്. അവരെപ്പോഴും വളരെ റിലാക്സ്ഡ് ആയിട്ട് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ലെയ്ഡ് ബാക്ക്, റിലാക്സ്ഡ്. They never let me know their horror or see their pain or fear. ഒരിക്കലും അവരുടെ പേടിയോ ഫിയറോ വേദനയോ ഒന്നും അവരെന്നെ കാണിച്ചിരുന്നില്ല.
ടിമോത്തി വാസ് ഓൾവേസ് ജോക്കിംഗ്. എൻ്റെ ഒരു ബ്രദറാണ് ടിമോത്തി. അവൻ എപ്പോഴും എന്ത് ചെയ്തിരുന്നു? ജോക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. ആൻഡ് നോവ വാസ് മൈ ബിഗ്ഗസ്റ്റ് പ്രൊട്ടക്റ്റർ. നോവയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രൊട്ടക്റ്റർ. ദേ വെർ സോ സ്ട്രോങ്. അവർ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ആൻഡ് ദാറ്റ് ഹെൽപ്ഡ് മീ ബി സ്ട്രോങ് ടു. എന്നെ സ്ട്രോങ് ആക്കാനാണ് അതാണ് സഹായിച്ചത്. ബിഫോർ ഐ ഗോട്ട് ഔട്ട് ഓഫ് ദ ഹോസ്പിറ്റൽ, ഇൻ ഫാക്ട് ബൈ ദ സെക്കൻഡ് ഡേ ഓഫ് മൈ 1 week സ്റ്റേ. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നതിന് മുമ്പ്, ഏകദേശം ഹോസ്പിറ്റലിൽ ഞാൻ താമസിക്കുന്നതിന് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ്, ഏകദേശം അഡ്മിറ്റായി ഏകദേശം 2ാം ദിവസം മുതൽ തന്നെ ഐ വാസ് ടോക്കിംഗ് ഡിഫറെൻ്റ്ലി അബൌട്ട് ദ പോസിബിലിറ്റി ഓഫ് സർഫിങ് അഗെയിൻ. ഞാൻ സർഫിങ്ങിൻ്റെ പല പോസിബിലിറ്റിയെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. മൈ ഹോൾ ഫാമിലി സ്റ്റുഡ് ബിഹൈൻഡ് മീ ആൻഡ് ട്രൈ ടു എൻകറേജ് മീ ആസ് മച്ച് ആസ് പോസിബിൾ. എൻ്റെ മുഴുവൻ കുടുംബവും എൻ്റെ കൂടെ തന്നെ നിന്നു. അവരെന്നെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചു. മൈ പാരൻസ് ഹാഡ് നോ ഡൗട്ട് ദാറ്റ് ഐ പ്രോബബ്ലി കുഡ് ഫിഗർ ഔട്ട് എ വേ ടു ഗെറ്റ് അപ്പ് ഓൺ എ ബോർഡ്, ബട്ട് ഐ ന്യൂ ദേ ഫെൽറ്റ് മൈ കോമ്പറ്റേറ്റീവ് ഡേയ്സ് വെയർ ഓവർ. എൻ്റെ ഫാമിലിക്ക് അറിയാമായിരുന്നു ഞാൻ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കും, വീണ്ടും ആ ബോർഡിലേക്ക് കയറാനായിട്ട് ഞാൻ എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കുമെന്ന് അവൻ്റെ ഫാമിലിക്ക് അറിയാമായിരുന്നു. ബട്ട് ഐ ന്യൂ ദേ ഫെൽറ്റ്. പക്ഷേ അവർക്ക് എന്താണ് ചിന്ത എന്ന് എനിക്കറിയാം. മൈ കോമ്പറ്റേറ്റീവ് ഡേയ്സ് വെയർ ഓവർ. എൻ്റെ മത്സരത്തിൻ്റെ ദിവസങ്ങളൊക്കെ അവസാനിച്ചു എന്നാണ് അവർ ചിന്തിക്കുന്നതെന്നും എനിക്കറിയാം. ബത്താനി, ഐ ആം ഷുവർ യു ക്യാൻ ഡു വാട്ട് എവർ യു പുട്ട് യുവർ മൈൻഡ് ടു ഡു. മൈ ഡാഡ് ടോൾഡ് മീ. എൻ്റെ അച്ഛൻ എന്നോട് പറയുമായിരുന്നു, നിൻ്റെ മനസ്സിൽ എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നത് അതൊക്കെ നിനക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു. മൈ പാരൻസ് ടു ഹാഡ് എ റഫ് ടൈം. എൻ്റെ വീട്ടുകാർക്കും ഇതൊരു കഠിനമായ സമയമായിരുന്നു. നൈദർ ഓഫ് ദം വാസ് ഏബിൾ ടു വർക്ക് ഫോർ ഓൾമോസ്റ്റ് 3 months. ഏകദേശം 3 മാസത്തോളം ഒരാൾക്ക് പോലും ജോലിക്ക് പോകാൻ സാധിച്ചില്ല. വിച്ച് പുട്ട് എ ബിഗ് ഫിനാൻഷ്യൽ ബേർഡൻ ഓൺ അവർ ഫാമിലി. രണ്ടുപേരും ജോലിക്ക് പോയില്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലിക്ക് എന്ത് സംഭവിക്കും? ഡെഫിനറ്റ്ലി ഫിനാൻഷ്യൽ ബേർഡൻ ഉണ്ടായി. മൈ ഫസ്റ്റ് ഇൻഡിക്കേഷൻ ദാറ്റ് മൈ ലൈഫ് വുഡ് നെവർ ബി ദ സെയിം അഗെയിൻ കെയിം ജസ്റ്റ് as we were leaving the hospital. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന സമയത്ത് തന്നെയാണ് എനിക്ക് ആദ്യത്തെ സൂചന കിട്ടിയത്. എന്ത്? എൻ്റെ ജീവിതം ഇനി പഴയ പോലെ ആവില്ല എന്നുള്ളത്. ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ഔട്ട് ദ മെയിൻ എൻട്രൻസ് വി ഹാഡ് ടു ഗോ ത്രൂ എ മെയ്സ് ഓഫ് ഹോൾവേസ് ആൻഡ് സ്നീക്ക് ഔട്ട് ത്രൂ ദ ബാക്ക് ഡോർ. ഫ്രണ്ടിൽ കൂടെ പോകുന്നതിന് പകരം ഞങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ബാക്കിൽ കൂടെ പോകേണ്ടി വന്നു. എങ്ങനെ? ഒരുപാട് ഹോൾവേസ് ഒക്കെ ഉള്ള ഒരു ഇടനാഴിയിൽ മെയ്സിലൂടെയൊക്കെ രഹസ്യമായിട്ട് ഞങ്ങൾക്ക് പോകേണ്ടി വന്നു. There were hospital security guards with us. ഞങ്ങളുടെ കൂടെ ഹോസ്പിറ്റൽ സെക്യൂരിറ്റി ഗാർഡ്സും ഉണ്ടായിരുന്നു. And when we got out to our car, there were 2 Kawaii policemen who followed us to a house in Anahola where I could continue to recover in privacy. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പോയി വണ്ടിയിലോട്ട് കയറുന്ന സമയത്ത് എൻ്റെ കൂടെ 2 പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്തിരുന്നു? ഹു ഫോളോഡ് അസ്. അവർ ഞങ്ങളുടെ കൂടെ വന്നു ടു എ ഹൗസ് ഇൻ അനഹോല. അനഹോലയിലെ ഒരു ഹൗസിലാണ് ഞാൻ ഇനി താമസിക്കുന്നത്. എന്തിന്? ഒരു പ്രൈവസി എനിക്ക് വേണ്ടേ? മറ്റുള്ളവരൊക്കെ ഇങ്ങനെ വീട് തപ്പിപ്പിടിച്ച് വരും. അപ്പോൾ രഹസ്യമായിട്ട് താമസിക്കണം. എനിക്കിനി പ്രൈവസി വേണം. അതിന് എന്നെ ഇങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടുപോയി റിക്കവർ ആവുന്നതിന് വരെ എന്നെ താമസിപ്പിച്ചു. മൈ പാരൻസ് എക്സ്പ്ലെയിൻ ടു മീ ദാറ്റ് there were a mob of TV people eagerly waiting to show microphones in my face. എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ കാര്യമാണ്. എൻ്റെ നേർക്ക് ഇങ്ങനെ മൈക്ക് ചൂണ്ടാനായിട്ട് കുറേ TV-ക്കാർ ഫ്രണ്ടിൽ നിൽപ്പുണ്ടായിരുന്നു. ഓണസ്റ്റ്ലി ഐ റിയലി ഡോണ്ട് എൻജോയ് ബീയിങ് ഇൻ ദ സ്പോട്ട്ലൈറ്റ്. ശരിക്കും സത്യസന്ധമായിട്ട് ഞാൻ പറയാം, ഈ സ്പോട്ട്ലൈറ്റ് എന്താണ്? നമ്മുടെ ക്യാമറയുടെ ഒക്കെ വെട്ടമൊക്കെ അടിക്കത്തില്ലേ, അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കാൻ ശരിക്കും എനിക്ക് ഇഷ്ടമല്ല. ബട്ട് ഐ അഗ്രീ ടു ഡു ഇൻ്റർവ്യൂസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് അതേഴ്സ്. പക്ഷേ മറ്റുള്ളവർക്ക് ബെനിഫിറ്റ് ഉണ്ടാകാൻ വേണ്ടി ഞാൻ ഇൻ്റർവ്യൂസ് ചെയ്യാൻ തയ്യാറായി. സ്ട്രേഞ്ചേഴ്സ് സ്റ്റിൽ അപ്രോച്ച് മീ ഓൺ ദ ബീച്ച്. ബീച്ചിലൊക്കെ ഇപ്പോഴും എൻ്റെ അടുത്ത ആൾക്കാർ വരും. ഇൻ എയർപോർട്ട്സിൽ വരും. ഇൻ ഷോപ്സ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ്, ഷോപ്സിലും റെസ്റ്റോറൻറ്റ്സിലും ഒക്കെ വരും. ദേ ആസ്ക് ഫോർ ഓട്ടോഗ്രാഫ്സ്. അവരെൻ്റെ ഓട്ടോഗ്രാഫ് ചോദിക്കും. ദേ കം അപ്പ് ആൻഡ് ടെൽ മീ ഐ ആം ആൻ ഇൻസ്പിറേഷൻ. അവരെന്നോട് വന്ന് എന്ത് പറയും? ഞാനൊരു ഇൻസ്പിറേഷൻ ആണെന്ന് പറയും. ഐ എം ഇൻറ്ററപ്റ്റഡ് അറ്റ് ഡിന്നർ ബൈ പീപ്പിൾ wanting ടു ബി ഇൻ എ ഫോട്ടോ വിത്ത് മീ. ഇറ്റ് ഈസ് ടോട്ടലി ബിസയർ. ഞാൻ ഭക്ഷണം കഴിക്കുന്നിടത്ത്, ഡിന്നർ കഴിക്കുന്നിടത്ത് പോലും എനിക്ക് എന്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ബ്രേക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ശല്യപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാണ്? അവർക്ക് എന്ത് വേണം? എൻ്റെ കൂടെ ഫോട്ടോ എടുക്കണം. ശരിക്കും ഭയങ്കര വിചിത്രമായ കാര്യമായിട്ടാണ് എനിക്കിത് തോന്നിയത്. ബീങ് എ ടോപ്പ് പ്രൊഫഷണൽ സർഫർ വുഡ് ഹാവ് ബ്രോട്ട് മീ ഓൺലി എ സ്ലിവർ. സ്ലിവർ മീൻസ് ചെറിയ കഷ്ണം.
of this recognition and probably only within the tight-knit surfing community. അപ്പോൾ ബീങ് എ ടോപ്പ് പ്രൊഫഷണൽ സർഫർ എന്ന് പറയുന്നത് എനിക്ക് ഒരു ചെറിയൊരു റെക്കഗ്നീഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. ആൻഡ് പ്രോബബ്ലി ഓൺലി വിത്തിൻ ദ ടൈറ്റ് നിറ്റ് സർഫിംഗ് കമ്മ്യൂണിറ്റി, അതും ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂടിച്ചേർന്ന് ഇടുകിച്ചേർന്ന് നിൽക്കുന്ന സർഫിംഗ് കമ്മ്യൂണിറ്റിയിൽ മാത്രമാണ് എന്നെ അറിയപ്പെട്ടത്. യു ആർ സംതിങ് മോർ നൗ ദാൻ എ സർഫർ. ഇപ്പോഴാണ് ഞാൻ ഈ സർഫർ എന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ എന്തോ ആയി മാറിയത്. ഫ്രണ്ട്സ് ടെൽ മീ, എൻ്റെ കൂട്ടുകാരെന്നോട് പറഞ്ഞു, യു ആർ ദ ബെയർ ഓഫ് ഹോപ്പ് ഫോർ ദോസ് ഹു ഹാവ് ബീൻ ഹാൻഡഡ് എ ബാഡ് ഡീൽ ഇൻ എ കാർഡ് ഗെയിം ഓഫ് ലൈഫ്. ജീവിതം എന്ന് പറയുന്നത് ഒരു കളിയാണല്ലേ, ചീട്ടുകളി. അപ്പോൾ അതിൽ തന്നെ ബാഡായിട്ട് കളിച്ച് തോറ്റ് അല്ലെങ്കിൽ നിൽക്കുന്നു എന്ന് പറയുന്ന ആൾക്കാർക്ക് തന്നെ പ്രതീക്ഷ നൽകുന്ന ഒരാളായിട്ടാണ് നീ ഉള്ളത്. ഇൻ സം വേസ് ഇറ്റ് വാസ് ലൈക്ക് ലേണിംഗ് ടു സർവ് ഓൾ ഓവർ അഗെയിൻ. ചില സമയത്ത് ഞാൻ സർഫിംഗ് ഒന്നേ എന്ന് പഠിക്കേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്. I had to learn how to paddle evenly with one hand. ഒറ്റ കൈകൊണ്ട് തന്നെ തുഴയുക എന്ന് പറയുന്നത് തന്നെ പഠിച്ചെടുക്കേണ്ടിയിരിക്കുന്ന അവസ്ഥയായിരുന്നു. And when I felt the wave pick me up, I had to put my hand flat on the center of the deck to get my feet rather than grabbing the surfboard rail the way you would if you had two hands. ഇപ്പോൾ രണ്ട് കൈ ഉണ്ടെങ്കിൽ വേവ്സ് ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് പോകുമ്പോൾ എന്താണ്, ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ കൈകൊണ്ട് ഇങ്ങനെ മാനേജ് ചെയ്ത് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് സാധാരണ ഉള്ളത്. ഇപ്പോൾ ഇവിടെ ആ കുട്ടിക്കത് സാധിക്കില്ല. മൈ ഫസ്റ്റ് കപ്പിൾ ഓഫ് ട്രൈസ് ഡിഡിൻറ്റ് വർക്ക്. അപ്പം കൈ കുത്തി നിന്ന് മാനേജ് ചെയ്യുക എന്നുള്ള എൻ്റെ ആദ്യത്തെ ആ ഒരു അറ്റംപ്റ്റ്സ് ഒന്നും എന്ത് ചെയ്തില്ല, സക്സസ് ആയി വന്നില്ല. ഐ കുഡിൻ ഗെറ്റ് അപ്പ്. എനിക്ക് എഴുന്നേക്കാൻ സാധിച്ചില്ല. ഐ മസ്റ്റ് അഡ്മിറ്റ് ഐ വാസ് എ ലിറ്റിൽ ബിറ്റ് ഡിസ്കറേജ്ഡ്. ഐ തോട്ട് ഇറ്റ് വുഡ് ബി ഈസിയർ. ഞാൻ സമ്മതിക്കുന്നു, ഞാൻ എന്ത് വിചാരിച്ചിരുന്നു, കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടാസ്ക് ആണെന്ന് വിചാരിച്ചിരുന്നു. ശരിക്കും പറ്റില്ല. ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്തു, കുറച്ച് ഡിസ്കറേജായി മാറി. മൈ ഡാഡ് ഹൂ വാസ് ഇൻ ദ വാട്ടർ വിത്ത് മീ. അച്ഛനാണ് എൻ്റെ കൂടെ ഉള്ളത്. അദ്ദേഹം എൻ്റെ കൂടെ വെള്ളത്തിൽ തന്നെയുണ്ട്. കെപ്റ്റ് ഷൗട്ടിങ്. എന്ത് പറയുന്നുണ്ടായിരുന്നു, ബദാനി ട്രൈ ഇറ്റ് വൺ മോർ ടൈം. ഒന്നുകൂടി ശ്രമിക്കൂ. ദിസ് വൺ വിൽ ബീറ്റ്. ഈ ഒരു തിരമാല ആയിരിക്കാം ഒരു പക്ഷേ അത് നിനക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നത് ഒരു പക്ഷേ ഇപ്പോഴായിരിക്കാം. സോ ഐ ഡിഡ്. ഞാൻ ചെയ്തു. ദെൻ ഇറ്റ് ഹാപ്പൻ. അപ്പോഴത് സാധിച്ചു. എ വേവ് റോൾഡ് ത്രൂ. ഐ കോട്ട് ഇറ്റ്. ഒരു വേവ് ഇങ്ങനെ വന്നു, ഞാൻ അതിനെ പിടിച്ചു. പുട്ട് മൈ ഹാൻഡ് ഓൺ. അതിനെ പിടിച്ചു എന്ന് വെച്ചാൽ അതിലേക്ക് സർഫിങ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നാണ് കേട്ടോ. പുട്ട് മൈ ഹാൻഡ് ഓൺ ദ ഡെക്ക് ടു പുഷ് അപ്പ് ആൻഡ് ഐ വാസ് സ്റ്റാൻഡിങ്. ഹാൻഡ് കൊണ്ട് പുഷ് ചെയ്ത് അപ്പ് നോക്കി എനിക്കത് സാധിച്ചു. ഞാൻ നിന്നു. ഐ ഗസ് ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ദ ടെക്നിക് വയേർഡ് ആഫ്റ്റർ ദാറ്റ്. അപ്പം ഞാൻ അതിന് ശേഷമാണ് ആ ഒരു ടെക്നിക് പഠിച്ചെടുത്തത്. വയേർഡ് മീൻസ് മാസ്റ്റേർഡ്. ഓഫ് കോഴ്സ് വൺസ് ഐ വാസ് ഓൺ മൈ ഫീറ്റ്. ഉറപ്പായും ഞാൻ എൻ്റെ കാലിലായിരുന്നു. എവറിത്തിങ് വാസ് ഈസി. എല്ലാം ഈസി ആയിരുന്നു. ഇറ്റ് ഈസ് ഹാർഡ് ഫോർ മീ ടു ഡിസ്ക്രൈബ് ദ ജോയ് ഐ ഫെൽറ്റ് ആഫ്റ്റർ ഐ സ്റ്റൂഡ് അപ്പ് ആൻഡ് റോഡ് എ വേവ് ഇൻ ഫോർ ദ ഫസ്റ്റ് ടൈം ആഫ്റ്റർ ദ അറ്റാക്ക്. ഈ അറ്റാക്കിന് ശേഷം ആദ്യമായി ഞാൻ എന്ത് ചെയ്തു, ഒരു വേവിൽ യാത്ര ചെയ്തു. വേവിനിൽ എന്ത് ചെയ്തു, റോഡ് ചെയ്തു. വേവിനെ നിയന്ത്രിച്ചു. അത് എന്തായിരുന്നു, എൻ്റെ ആ ഒരു സന്തോഷം എത്ര ഹാർഡായിരുന്നു എന്നുള്ളത്, അതുപോലെ എൻ്റെ സന്തോഷം എത്ര വലുതായിരുന്നു എന്നുള്ളതും പറഞ്ഞ് അറിയിക്കാൻ സാധിക്കില്ല. ഐ വാസ് ഇൻക്രെഡിബ്ലി താങ്ക്ഫുൾ ആൻഡ് ഹാപ്പി ഇൻസൈഡ്. ഞാൻ ഭയങ്കരമായിട്ട് താങ്ക്ഫുള്ളും ഹാപ്പിയുമാണ് ഉള്ളിൽ. ദ ടൈനി ബിറ്റ് ഓഫ് ഡൗട്ട് ദാറ്റ് വുഡ് സംടൈംസ് ടെൽ മീ. ചെറിയ രീതിയിലൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നല്ലേ, അത് ചിലപ്പോൾ എന്നോട് എന്ത് പറയും, യു വിൽ നെവർ സർഫ് അഗെയിൻ. നീ എന്ത് ചെയ്യില്ല, നീ സർഫ് ചെയ്യില്ല എന്ന് പറയുമായിരുന്നു. വാസ് ഗോൺ ഇൻ വൺ വേവ്. അതെല്ലാം ഒറ്റ തിരമാലയിൽ തന്നെ അപ്രത്യക്ഷമായി. ഈവൻ ദോ ഐ വാസ് ഓൾ വെറ്റ് ഐ ഫെൽറ്റ് ടിയേഴ്സ് ഓഫ് ഹാപ്പിനെസ് ട്രിക്ലിംഗ് ഡൗൺ മൈ ഫേസ്. ഞാൻ മുഴുവനായി നിറഞ്ഞിരിക്കുകയാണല്ലേ, എൻ്റെ ദേഹം മുഴുവൻ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ പോലും എൻ്റെ കണ്ണുനീര്, എൻ്റെ ആ ഒരു വിഷമം കണ്ട കവിളിലൂടെ ഇങ്ങനെ സന്തോഷമായിട്ടാണ് പോയത് എന്ന് എനിക്ക് തോന്നി. ഇൻ 2010 ബഥാനി സ്റ്റോറി വാസ് മെയ്ഡ് ഇൻ ടു എ ഹോളിവുഡ് ഫിലിം സോൾ സർഫർ. 2010 സോൾ സർഫർ എന്നുള്ള പേരിൽ വന്നത്. അപ്പോൾ സ്ലൈറ്റ്ലി അഡാപ്റ്റഡ് ആൻഡ് അബ്രിഡ്ജ്. കുറച്ച് ഒരുപാടില്ല, ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് എടുത്ത കുറച്ച് ഭാഗം മാത്രമാണ് ഇത്. ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ കിട്ടിയല്ലേ, ഭയങ്കരമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ആണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ബാലൻസ് ചാപ്റ്ററും അതേ രീതിയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിന് ശേഷം സൈഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് തരാം കേട്ടോ. അപ്പം ഇത് തന്നെ നല്ല ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ മക്കളെ നല്ല മിടുക്കരായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.